കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന വീഡിയോൻ്റെ ഇടയിൽ ഇത് ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി ഇനി വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഒരു വീഡിയോ ചെയ്യണം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വരയ്ക്കാനുള്ളത്, എൻ്റെ കൂടെ ഒരു കുട്ടി കൂട്ടുകാരിയുണ്ട്. നമുക്ക് വരയ്ക്കാൻ വലിയ ടാലൻ്റ് ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ഹാക്സ് കൊണ്ട് നമുക്ക് നല്ല ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കോമ്പസ് യൂസ് ചെയ്തൊരു സെമി സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രൗൺ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ. ഇതിന് വേണ്ടിയിട്ട് ബ്രഷൊന്നും വേണമെന്നില്ല, കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ മേളിലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി പെയിൻ്റ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ മെയിനായിട്ട് ഈ ലീഫാട്ടോ. ഈ ലീഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഈ ലീഫിൻ്റെ ബാക്കിൽ ഫുള്ളായിട്ട് ഒരു യെല്ലോ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഞാനവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് പെയിൻ്റാണ്. നഥാനിയമോൾ ചെയ്യുന്ന പോലെ ഇത് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ലീഫ് എടുത്ത് ആ സെമി സർക്കിളിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് ഫുള്ള് പേപ്പറിലാവുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ സെമി സർക്കിളിന് ചുറ്റും ഇങ്ങനെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ശരിക്കും ഇത് ഭയങ്കര സിമ്പിളും എഫോർട്ട്ലെസ് ആയിട്ടുള്ള മെത്തേഡാണ്. ഏത് കൊച്ചുകുട്ടിക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊണ്ട് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു ലുക്കിൽ കിട്ടും. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഒട്ടിച്ചിരുന്ന മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് എഴുതി കൊടുക്കാം. വരയ്ക്കാൻ അറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണിത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നഥാനി അത് സിമ്പിളായിട്ട് ചെയ്ത് തീർത്തു. അപ്പോൾ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ആർക്കും വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഈ വർക്കിന് കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.